അങ്ങനെ മലയാളികൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് വീണ്ടും ഒരു സിനിമ വന്നിരിക്കുകയാണ്. നമ്മുടെ മമ്മൂക്ക നായകനായിട്ടുള്ള ബസൂക്കയുടെ ടീസറാണ് വന്നിരിക്കുന്നത്. പക്ഷേ ടീച്ചർ നീ കണ്ടു? ഗംഭീര ടീച്ചറല്ലേ, ഒരു രക്ഷയില്ല. മമ്മൂക്ക ഈ പ്രായത്തിലും ഇപ്പോഴും എന്താ പറയാ, എല്ലാവരെയും സെറ്റ് ആകുന്ന പോലെയുള്ള ഒരു സംഭവം, എല്ലാവർക്കും മാതൃകയാവുന്ന പോലെ. ബാക്കിയുള്ള സ്റ്റേറ്റിൽ പോലും ഇത്ര ചിരഞ്ജീവി ആയാലും അതുപോലെ രജനീകാന്തിന്റെ അപ്പുറത്ത് അത് നമ്മൾ പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ മമ്മൂക്കയുടെ ഏജിലുള്ള ആൾക്കാർ, അമിതാഭ് ബച്ചൻ ആ റേഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ ഒന്നും അല്ലാണ്ടായ പോലെയാണ്. രജനീകാന്ത് മാത്രമാണ് ഒരു. എനിക്കിപ്പോ പറയാനുള്ളത്, ഇന്ന് സംസ്ഥാന രാജ്യാന്തര നാഷണൽ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ച ദിവസം. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു മാസ സിനിമ പോലത്തെ ഒരു ടീസറാണ്. ആ ടീസർ ഇറങ്ങിയ സമയത്ത് നമ്മുടെ മുമ്പിൽ കാണുന്നത് അവാർഡിനായിട്ട് മത്സരിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് മമ്മൂക്ക. അവിടെ ഒരു ട്വിസ്റ്റ് എന്താ വെച്ചാലേ, മമ്മൂക്ക മത്സരിച്ചിട്ടുള്ള രണ്ടുപേരും നാഷണലിൽ മത്സരിച്ചു, അതേപോലെ സ്റ്റേറ്റിൽ മത്സരിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും 40-45 വയസ്സുള്ളൂ. അതിന്റെ ഇടയിൽ വരുന്ന പ്രായമുള്ള ആൾക്കാരോടൊപ്പം, ചെറുപ്പക്കാരെന്ന് തന്നെ പറയാവുന്ന ആളുകളുടെ ഒപ്പമാണ് മമ്മൂക്ക മത്സരിച്ചിട്ടുള്ളത്. അത് വലിയൊരു സംഭവമല്ല. അവാർഡ് കിട്ടുമോ കിട്ടാതിരിക്കുമോ അത് വേറെ കാര്യം, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ശരിക്കും അത് വേറൊരു ചർച്ചയായിട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ മമ്മൂക്ക മത്സരിച്ചിട്ടുള്ളത് ഇവർ രണ്ടുപേരൊപ്പം. അതാണ് അത്ഭുതം. ഈ ബസൂക്ക എന്ന് പറഞ്ഞ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇത്രയും ചുറുചുറുക്കും ഇതൊക്കെയുള്ള മമ്മൂക്കയ്ക്ക് ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. കണ്ടാ പറയും 70 വയസ്സായ ആളാണ്. വീണ്ടും നമുക്ക് ബസൂക്കയിലേക്ക് വരേണ്ടതുണ്ട്. ബസൂക്കയിലേക്ക് വരുമ്പോൾ അതിലെ താടിയും മുടിയുമായിട്ട് ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ, സെലിബ്രിറ്റികളുടെ ഒരു ഇത് നോക്കുമ്പോൾ, ഫാൻ ബേസ് നോക്കുമ്പോൾ, വീണ്ടും ചെറുപ്പക്കാരെ കൊണ്ട് കൈയടിപ്പിക്കാനും അവരെ കൊണ്ട് തിയേറ്ററിലേക്ക് വരാനും അവർക്ക് ആഘോഷിക്കാനും അവർക്ക് കണ്ട് ആസ്വദിക്കാനും മൊബൈൽ ഫോണിൽ റീൽസായും സ്റ്റോറിയായും ഇട്ട് കളിക്കാനും ഒക്കെ ഇന്നും മമ്മൂക്ക ഉണ്ട് എന്നതാണ് ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 10-40 വയസ്സുള്ള ആ ലുക്ക് തന്നെ ഇപ്പോഴും ഉണ്ട്. ആൾക്ക് ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് വളരെ ശരിക്കും മമ്മൂക്ക ഈക്വൽ ടു ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് പറയേണ്ടി വരും. കാരണം അതെ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു നിഘണ്ടു എടുത്തു കഴിഞ്ഞാൽ ആ നിഘണ്ടുവിൽ ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്നുള്ളതിന് പര്യായമായിട്ട് മമ്മൂക്കയ്ക്ക് കൊടുക്കും. ഈ ടർബോ എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയുടെ ഏജിൽ പറ്റുന്ന, നമുക്ക് നടക്കാൻ പോലും ആ പ്രായത്തിൽ പറ്റിയെന്ന് അല്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമായിരിക്കാം, പക്ഷെ അത് ലക്ഷത്തിൽ 1-2 ഒക്കെ ഉണ്ടാവാൻ വഴിയുള്ളൂ. അങ്ങനെ 73 വയസ്സിൽ ഇത്ര ആരോഗ്യത്തോടെ ടർബോ പോലെയുള്ള സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും ആക്ഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ. മമ്മൂക്കയെ സംബന്ധിച്ചിട്ട് അത് എന്നെ മാത്രമല്ല നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക. പിന്നെ മമ്മൂക്കയ്ക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, അതെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക സ്വന്തം. അതായത് പണ്ടുള്ള മമ്മൂക്കയല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടി മമ്മൂക്ക മികച്ചു നിൽക്കുന്നതെന്ന്. അഭിനയത്തിനായാലും എന്തിനായാലും പണ്ടുള്ള മമ്മൂക്കയെക്കാളും കൂടുതൽ സിനിമകളും ഇപ്പൊ സിനിമ സെലക്ഷനൊക്കെ കണ്ടില്ല. ഇപ്പൊ 2010 കണ്ടിരുന്ന മമ്മൂക്കയല്ലല്ലോ ഇപ്പൊ. കാതലെന്ന അത്ഭുതം, റൊഷാക്ക് എന്ന അത്ഭുതം, അതൊക്കെ മലയാളികൾക്ക് നൻപകൽ നേരത്ത് മയക്കം, ഈ സിനിമകളൊക്കെ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോൾ ഒരു പുതിയ നടന് അപ്ഡേറ്റഡ് ആയി കിട്ടുന്ന ഒരു അറിവ് വെച്ച് സിനിമ സെലക്ട് ചെയ്യുന്ന പോലെയാണ് ഈ 70കാരൻ ചെയ്യുന്നത്. ആരെയും തല്ലരുത്, ഇത് 70 വയസ്സുള്ള മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അത്ഭുതമാണ്. ബ്രഹ്മയുഗം വിട്ടു നീ പറയാ, ബ്രഹ്മയുഗം നമ്മൾ കണ്ട് ആ അഭിനയം കണ്ട് അത്ഭുതപ്പെടാണ്ടിരിക്കാൻ പറ്റും. കണ്ണ് നിറഞ്ഞു പറയാം. ബ്രഹ്മയുഗം 3 പേര് വെച്ചിട്ടാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. അത് എന്തിനുമാതിരി പെർഫോമൻസ് ആണ്. ഈ ഒരു അവാർഡിൽ അത് പരിഗണിച്ചിട്ടില്ല. അത് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ്. ആളുടെ ഒരു ആ ഒരു പവർ ആള് കാണിക്കുന്നുണ്ട്. ഒരു ചാത്തം കയറിയിട്ടുള്ള മമ്മൂക്കയുടെ പ്രകടനം. പക്ഷെ അപ്പോഴും നമ്മളിത് പറഞ്ഞു വരുമ്പോഴേ, മമ്മൂക്കയ്ക്ക് ഒരു 100 കോടി ചിത്രം ഇതുവരെ കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ അറിവില് മമ്മൂക്കയ്ക്ക് കണക്കുകളൊക്കെ പ്രകാരം നമ്മൾ ന്യൂസുകളും അതൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ കണക്ക് എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ ഇട്ടിരുന്നു. ആ സമയത്ത് 100 കോടി ക്ലബിൽ എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ പേര് അവിടെ കണ്ടില്ല. അവിടെ ലാലേട്ടൻ ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, അതുപോലെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ഇവര് കമന്റ് ചെയ്തോട്ടെ. അങ്ങനെ ഏതെങ്കിലും നമുക്ക് തെറ്റിയതാണെങ്കിലോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്രേക്ഷകർ തന്നെ കമന്റ് ചെയ്തോട്ടെ. അത് കമന്റ് ഇടണം. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ 100 കോടി ജനങ്ങൾ ഏറ്റെടുത്തൊരു നടൻ മമ്മൂക്കയാണ്. നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മമ്മൂക്കയേക്കാൾ പ്രായം കുറഞ്ഞ ആളാന്ന് തോന്നുന്നു. നമ്മൾ വീഡിയോ എടുക്കണ ഒരാൾ നടന്നു പോകുന്ന കണ്ടു. ഇങ്ങനെ ഈ ഒരു ലുക്കുള്ള ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഈ ഒരു പ്രായമുള്ള മനുഷ്യനെ ആണ് നമ്മൾ കാണുന്നത്. ഈ പ്രായത്തിലുള്ള
നമ്മുടെ ലുക്കുള്ള ഒരു മനുഷ്യൻ. നമുക്കൊരു അത്ഭുതമാണെന്ന് ഇതിനപ്പുറം എന്താണ് കാണിക്കാറുള്ളത്? മമ്മൂക്കയുടെ ഒരു ഫാൻ ബോയ് ആണ് ഈ സിനിമ എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. എനിക്ക് തോന്നുന്നു കമലഹാസന്റെ ഒപ്പം ലോക്കി ചെയ്തു വെച്ചത് അതെ അതൊരു ഫാൻ ബോയ് ആണ് എടുത്തിട്ടുള്ളത്. ലോക്കി ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് അറിയാലോ. ലോക്കി വന്ന് കമലഹാസന് കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് പടം കിട്ടി. അതായത് ആള് കുറച്ച് നാള് ബ്രേക്ക് എടുത്തു. ആൾക്ക് സിനിമകളൊന്നും അങ്ങനെ വലിയ ഗംഭീര ഹിറ്റ് എന്ന് പറയാനായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ലോക്കി ഒരു 400 കോടി ക്ലബിലാണ് ആ പടം എത്തിയിട്ടുള്ളത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ സിനിമകളിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും വെട്ടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് തമിഴ്നാട്ടിൽ. ഈ തമിഴ്നാട്ടിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യയിൽ അത്ര ഹിറ്റ് ആയിട്ടുള്ള പടമാണ് വിക്രം എന്ന് പറഞ്ഞ പടം അല്ലേ? അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്താണ് ശങ്കർ ചെയ്തത്? ശങ്കർ ചെയ്തത് എന്താന്ന് നീ പറയ്. ശങ്കർ ഇന്ത്യനെ വെച്ചിട്ട് ഇന്ത്യൻ അവതാരവും ഇതൊരു അതെ അത്ര പറയാനുള്ളൂ. പക്ഷേ ഇവിടെ ഫാൻ ബോയ് ചെയ്യുമ്പോ എന്തായാലും ആ പടം മമ്മൂക്കയുടെ കാര്യം സെലക്ഷൻ, ആ ഒരു വെറൈറ്റി രീതിയിലുള്ള നല്ല നല്ല പടങ്ങൾ ഇരിക്കുക. മാസ് വേണമെന്നില്ല, ആള് ക്ലാസ് സിനിമകൾ എടുത്ത് കാണിച്ചു തരും. കുറച്ച് കഴിയുമ്പോൾ മാസ് എടുത്ത് കാണിച്ചു തരും. എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഇയാൾക്ക് വയസ്സായി ഇനി മാസ് പറ്റില്ല എന്ന് പറയുമ്പോൾ ടർബോ എടുത്ത് കാണിച്ചു തരും. ടർബോയിലെ ക്ലൈമാക്സ് ഫൈറ്റിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. തൊഴണം. ഇത് എങ്ങനെ ഇയാൾ എനിക്ക് തോന്നുന്ന കാറൊക്കെ ഓടിക്കുമ്പോൾ ഉള്ള ഒരു സ്പോർട്സ്മാനെ പറ്റും ഇങ്ങനെ. എനിക്ക് അത്ഭുതം പറയണേ, ഒരു സ്പോർട്സ്മാനെ പറ്റും ഇങ്ങനെയൊക്കെ ഇതുപോലെയൊക്കെ കാർ ഓടിക്കാന്ന് പറഞ്ഞാൽ. അതിന് ഞാൻ ബിഹൈൻഡ് സീൻ എനിക്ക് തോന്നുന്നു പടം കഴിഞ്ഞിട്ട് അവസാനം കാണിക്കുന്നത്. ഞാൻ അപ്പൊ ഇങ്ങനെ ഇരുന്ന് പോയി. ഞാൻ ഓൾറെഡി മമ്മൂക്ക് കാറ് നന്നായി ഓടിക്കറിയുന്ന പാർക്കിംഗ് കണ്ടോ ഒരു പാർക്കിംഗ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം വന്ന സീൻ. എനിക്ക് ഫസ്റ്റ് തുടക്കമൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ടർബോ കണ്ടിരുന്നപ്പോൾ. പക്ഷെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് അങ്ങോട്ട് കൊളുത്തിയപ്പോൾ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ രോമ എഴുതി. ഈ ഒരു പ്രായത്തിലും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ മുമ്പൊന്നും നമ്മുടെ മമ്മൂക്ക ഇത്ര ഫൈറ്റ് ചെയ്തിരുന്നു ഡൗട്ടാ. പക്ഷെ ഈ ടർബോയുടെ ടൈമൊക്കെ ആയിരിക്കും ആള് ഇത്തിരി കൂടി സെറ്റായ പോലെ അല്ലേ? സെറ്റാവല്ലോ, പ്രായം കൂടുന്തോറും കൂടുതൽ മെച്ചപ്പെടുന്നോണ്ടാണ് എനിക്ക് പഴയത് ഇത്ര കുറവായിട്ട് തോന്നുന്നത്. കാരണം ആളിങ്ങനെ കൊല്ലം കൂടുന്തോറും വീണ്ടും ഈ യുവാക്കളുടെ ഒപ്പം മത്സരിക്കുക എന്ന് പറയില്ലേ, അതാണ് ഒരു അത്ഭുത മനുഷ്യൻ. അതായത് ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഈ പണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് സത്യമാണോന്ന് അറിയില്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറ് ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് എടുത്തിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ വെറുതെ പറഞ്ഞുണ്ടാക്കണതാണോന്ന് അറിയില്ല. അപ്പോൾ ബ്രെയിൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പഠിച്ച് അപ്പോൾ 10% ഉപയോഗിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. പിന്നീട് അത് ഫേക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ മമ്മൂക്കയെ നമുക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇയാൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നത്? ഒരു അത്ഭുതം, മനുഷ്യരിൽ അത്ഭുതം എന്ന് തന്നെ പറയാം. അതെ, എന്തായാലും ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അതെ